ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം. മാംസ രക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. താൻ ആരാണ് എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ മിശിഹായാണ് എന്ന് പത്രോസ് ഏറ്റുപറയുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ മറുപടി കിട്ടിയപ്പോൾ ഈശോ പത്രോസിനോട് പറയുക, നിന്റെ കഴിവ് കൊണ്ടല്ല നിനക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, എൻ്റെ പിതാവായ ദൈവമാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. സ്നേഹമുള്ളവരെ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണ്. ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കലും നമ്മുടെ കഴിവുകൊണ്ട് മാത്രം സാധ്യമല്ല. പലപ്പോഴും നമ്മളൊക്കെ ഇന്ന് പരിശ്രമിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ പഠനം കൊണ്ട്, എൻ്റെ സമ്പത്ത് കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാനായിട്ടാണ്. ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് നിനക്ക് സാധിക്കണമെങ്കിൽ ദൈവം വെളിപ്പെടുത്തണം. ദൈവം വെളിപ്പെടുത്തണമെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഈ ഒരു വെളിപ്പെടുത്തല് നമുക്ക് ലഭിക്കാതെ പോവുകയാണ്. കാരണം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. സ്വന്തം കഴിവില് ആശ്രയിച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. അവിടെയാണ് ഈശോ എനിക്കൊരു മുന്നറിയിപ്പ് നൽകുന്നത്. മോനെ, നീ മനസ്സിലാക്കേ, നിന്റെ കഴിവുകൊണ്ട് നിനക്കൊരിക്കലും ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ അവനെ പ്രഘോഷിക്കാനായിട്ടോ സാധിക്കത്തില്ല. ഞങ്ങളൊക്കെ വൈദികരാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഈശോയെ പ്രഘോഷിക്കാനായിട്ട് അല്ലെങ്കിൽ ഈശോയെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല. ഞങ്ങളുടെ കഴിവിൽ മാത്രം ഞങ്ങൾ ആശ്രയിച്ചാല് അവിടെയൊക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നത് പരാജയമാണ്. മറിച്ച് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തില് മിശിഹായെ മനസ്സിലാക്കാനായിട്ടും ആ മിശിഹായെ പ്രഘോഷിക്കാനായിട്ടും സാധിക്കുക. ഇത് തന്നെയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നീ നിന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കണം. പരിശുദ്ധ കന്യാമറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നുണ്ട് അല്ലെ. സ്വയം എളിമപ്പെട്ട് ഞാനെന്ന ഭാവം വെടിഞ്ഞ് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ ആ മിശിഹായെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ. എന്നാൽ മാത്രമേ അവനെ സ്നേഹിക്കാനായിട്ട് അവന് വേണ്ടി ത്യാഗം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സ്വാർത്ഥത വെടിയ, ഞാനെന്ന ഭാവം വെടിയ, സ്വയം എളിമപ്പെട്ടുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട്, ശാന്തമായിട്ട് അവന്റെ സന്നിധിയിൽ ഇരുന്ന് അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മനസ്സിലാക്കാനായിട്ട്, അങ്ങനെ ഈ ഭൂമിയിൽ എപ്പോഴും ദൈവത്തോട് ചേർന്ന് സമാധാനത്തില് സന്തോഷത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.